എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാൻ ഈ ഒരു അച്ചാർ മാത്രം മതി, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ആദ്യം തന്നെ ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3 ബീട്രൂട്ടും ഒരു ക്യാരറ്റുമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3-4-5 പച്ചമുളക്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് ആവിയിലൊന്നും വെന്ത് വരാനായിട്ട്. അപ്പോൾ എന്നിട്ട് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ സംഭവം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് മതി കേട്ടോ. ഇനിയാണ് കേട്ടോ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത ഉലുവ ഉണ്ടല്ലോ അത് പൊടിച്ചതും കൂടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയ സമയത്തല്ല കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ആവിയിൽ ബീട്രൂട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് സെറ്റായിട്ടുള്ളത്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനും കൂടുതൽ എരിവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിക്കായിട്ട് ചൊറക്കയാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 കപ്പ് ചൊറക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ വിനാഗിരിയോട് ചേർത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും നമ്മുടെ ഈ അച്ചാർ. അപ്പോൾ കുറേ നാൾ വരെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പതുക്കെ ചൂടാവണം. പതുക്കെ ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പോരായ്ക ഉണ്ടായിരുന്നു. ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓപ്ഷനിലാണ് കേട്ടോ കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തണുക്കാൻ വിട്ടിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ അതിൽ നമുക്കിത് ഒന്ന് പകർത്തി വയ്ക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ അച്ചാറിട്ട് വെക്ക്, അടിപൊളിയായിട്ട് പിള്ളേർ കഴിക്കും. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ സൂപ്പർ അച്ചാറാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇതും അച്ചാറും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.